നമസ്കാരം, അന്യോന്യത്തിലേക്ക് സ്വാഗതം. നമ്മളോടൊപ്പം ഇപ്പോഴുള്ളത് പ്രിയപ്പെട്ട ഗായിക പുഷ്പവതി. നമസ്കാരം. കേരളം ജനുവരി 1 വനിതാ മതിൽ ഉയർത്തുകയാണ്. വനിതാ മതിലിന്റെ ഒരു വക്താവായിട്ട് പുഷ്പവതി മാറിയിരിക്കുന്നു. എന്തുകൊണ്ട് വനിതാ മതിലിന് വേണ്ടി രംഗത്ത് വന്നു, അതിനുവേണ്ടി സംസാരിക്കുന്നു? വനിതാ മതിൽ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഏതൊരു പുരുഷനെ പോലെയും ഒരു സ്വാതന്ത്ര്യം അത് ജന്മാവകാശമാണ്, ആരുടെ ഔദാര്യമല്ല. സ്വാതന്ത്ര്യം നമ്മുടെ ജന്മാവകാശമാണ്. പുരുഷനെ പോലെ തന്നെ സ്ത്രീക്കും ഭരണഘടന അനുശാസിക്കുന്ന സ്വാതന്ത്ര്യങ്ങളുണ്ട്. അതിന് ആചാരം കൊണ്ട് തടയിടാൻ നോക്കി കഴിഞ്ഞാൽ അതെ വനിതാ മതിൽ അങ്ങനത്തെ ഒരു പ്രതിരോധം തീർക്കും. അതാണ് വനിതാ മതിലിന്റെ പ്രതിരോധത്തിന്റെ ശബ്ദമായി മാറിയിരിക്കുന്നത് പുഷ്പയുടെ ഒരു പാട്ടാണ്. അതിപ്പോ അതിന്റെ തീം സോങ് ആയിട്ട് മാറിയിരിക്കുന്നു. ആ പാട്ടിൽ നിന്ന് തുടങ്ങാം. പൊരുതുവാൻ ഞങ്ങളീ തെരുവുകളിലുണ്ട്, മുലച്ചിപ്പറമ്പിലെ ചോരയാകാൻ ആചാരമതിലുകൾ ഉയരുന്ന നേരത്ത് ആർത്തിരമ്പാനായി ഒരുങ്ങി ഞങ്ങൾ. പൊരുതുവാൻ ഞങ്ങളീ തെരുവുകളിലുണ്ട്, മുലച്ചിപ്പറമ്പിലെ ചോരയാകാൻ ആചാരമതിലുകൾ ഉയരുന്ന നേരത്ത് ആർത്തിരമ്പാനായി ഒരുങ്ങി ഞങ്ങൾ. ആർത്തവപ്പേടിയാൽ പെണ്ണിന് ഭയക്കും ഇരുട്ടിന്റെ ശക്തികൾ മാറി നിൽക്കൂ. സംഘബോധത്തിന്റെ തീപ്പന്തമായി ഞങ്ങൾ പെൺമതിൽ കെട്ടിക്കരുത്തു കാട്ടും. പുതുപിറവി കാണുന്ന പുലരിയിൽ ഞങ്ങളെ പെൺമതിൽ കെട്ടിക്കരുത്തു കാട്ടും. പെൺമതിൽ കെട്ടിപ്പടർന്നു കേറും. നവോത്ഥാനത്തിന്റെ മുദ്രാവാക്യങ്ങൾ വീണ്ടും ഉയർത്തിക്കൊണ്ടാണ് ഈ മതിൽ സംഘടിപ്പിക്കുന്നത്. നവോത്ഥാനത്തിന്റെ മുദ്രാവാക്യങ്ങൾ സ്ത്രീകളുടെ കാര്യത്തിലെങ്കിലും ഒട്ടേറെ ഇനിയും ബാക്കി നിൽക്കുന്നു. പല മേഖലയിലും ബാക്കി നിൽക്കുന്നു എന്ന് പറയാറുണ്ട്. സ്ത്രീകളുടെ മേഖലയിൽ കൂടുതൽ ബാക്കി നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. നവോത്ഥാനവും സ്ത്രീകളുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ പുഷ്പയ്ക്ക് എന്ത് പറയാറുണ്ട്? ഒരു രാജ്യത്തിൻ്റെ ശരിയായ സാമൂഹിക ഉന്നമനം എന്ന് പറയുന്നത് അവിടുത്തെ സ്ത്രീകളുടെ ഉയർച്ചയെന്നാണ് തുടങ്ങേണ്ടത്. നിർഭാഗ്യവശാൽ അങ്ങനത്തെ ഒരു സാഹചര്യം വളരെ കുറച്ചേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ എപ്പോഴും ആലോചിക്കാറുള്ളൊരു കാര്യം, ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് വളരെ ചുറുചുറുക്കുള്ള, നല്ല വായനയുള്ള, നല്ല ദിശാബോധമുള്ള സ്ത്രീകളുണ്ടായിരുന്നു. എൻ്റെ കോളേജ് പഠനകാലത്ത് ഞാൻ കേരളോമയിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എത്ര സ്ത്രീകളാണ് ഉണ്ടായിരുന്നത്, എത്ര പെൺകുട്ടികളുണ്ടായിരുന്നത്. അവരൊക്കെ ഇപ്പോൾ എവിടെയാണെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ വിഷമം തോന്നാറുണ്ട്. രാഷ്ട്രീയമായിട്ട് അവർ അത്രയൊന്നും ഉയർന്നു പോയില്ല. പലരും ചില സഖാക്കളുടെ ഭാര്യമാരായി. അതൊരു പദവിയല്ലല്ലോ. ശരിക്കും അവരുടെയൊക്കെ ഊർജം ഈ പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ഇവിടുത്തെ സാംസ്കാരിക പരമായിട്ടുള്ള സാമൂഹ്യപരമായിട്ടുള്ള ഉന്നമനത്തിനൊക്കെ അവരുടെ ഊർജം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. സ്ത്രീക്കെതിരായ വിവേചനം അതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും അത് പ്രവർത്തിക്കേണ്ടത്. അത് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഉള്ള കാര്യം തന്നെയാണ്. നമുക്ക് ഒറ്റയടിക്ക് ഇതൊന്നും ശരിയാക്കി കളയാൻ പറ്റില്ല. ശരിക്കും അത് ഘട്ടം ഘട്ടമായിട്ടായിരിക്കാം ചിലപ്പോൾ ചെയ്യാൻ പറ്റേണ്ടത്. പക്ഷെ അതിലൊരു ശ്രദ്ധ വേണം ശരിക്കും. ഇപ്പോഴത്തെ സ്ത്രീകൾക്ക് പല ആവശ്യങ്ങളുമുണ്ട്. ഇപ്പോഴത്തെ സമൂഹത്തിൽ തന്നെ പല നീതിയുടെ കണ്ണിൽ നോക്കുമ്പോൾ പലതും നടപ്പാകാതെ ഉണ്ട്. ഇതൊക്കെ വേണം എന്ന് പറയുമ്പോൾ ഇതും നവോത്ഥാനവുമായി ബന്ധപ്പെടുത്തുന്നതിന് ചില ആളുകൾ എതിർക്കുന്നുണ്ട്. നവോത്ഥാനത്തിന്റെ തന്നെ വക്താക്കളാണ് എന്ന് പറയുന്ന ചില ആൾക്കാരെ എതിർക്കുന്നുണ്ട്. കാരണം എന്താണ് നവോത്ഥാനം ആദ്യം അവർ മനസ്സിലാക്കട്ടെ. സ്ത്രീയുടെ അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ ഒരു നവോത്ഥാനം മുന്നോട്ട് പോവുള്ളൂ. അല്ല, അവര് പറയുന്നത് ഇതാണ് പുഷ്പ. അതായത് നവോത്ഥാനം ഇപ്പോൾ നാരായണ ഗുരുവിനെ പോലെയുള്ള വലിയ ആളുകൾ നയിച്ചിട്ടുള്ളതാണ്. അന്ന് സ്ത്രീക്ക് ഒരു വിലക്കുണ്ടായിരുന്നെങ്കിൽ, അത് പരിഹരിക്കേണ്ടതായിരുന്നെങ്കിൽ അവർ തന്നെ പരിഹരിച്ചു തരുമായിരുന്നു. നമ്മളിപ്പോൾ പുതുതായിട്ട് പറയരുത് എന്നാണ് ഇങ്ങനെയുള്ള ആളുകൾ പറയുന്നത്. അവരോട് എന്ത് പറയാറ്? ഞാൻ പറയണതേ, ഏതൊരു തരത്തിലുള്ള വിവേചനം അനുഭവിക്കുന്നത് അത് ഏത് സമൂഹമാണോ അവരുടെ ഉള്ളിൽ നിന്നാണ്
പ്രതിരോധങ്ങൾ ഉണ്ടാവേണ്ടത്. വിവേചനം അനുഭവിക്കുന്നവരാണ് പറയേണ്ടത് വിവേചനം ഉണ്ടോ. തീർച്ചയായിട്ടും അതാണ്. അതിനൊരു പ്രത്യേക അതോറിറ്റി ഒന്നുമില്ല. നമ്മളിപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു വിഷമമുണ്ടായി ഞാനല്ലേ ആദ്യം പ്രതികരിക്കേണ്ടത്? എൻ്റെ സ്വയം രക്ഷ എൻ്റെ കയ്യിലല്ലേ വേണ്ടത്? അതിൽ നിൽക്കാതെ വരുമ്പോഴാണല്ലോ നമുക്ക് മറ്റുള്ള നിയമവ്യവസ്ഥകളും കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തേണ്ടി വരുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഏതൊരു വിവേചനം അനുഭവിക്കുന്നത് ഏതൊരു സമൂഹമാണോ, ദളിത് സമൂഹം, അതുപോലെ സ്ത്രീകൾ, ആദിവാസികൾ, അവരുടെ ഉള്ളിൽ നിന്ന് വേണം അതിൻ്റെ ഒരു പ്രതിരോധം ഉണ്ടാവാൻ. അതാണ് സത്യത്തിൽ യഥാർത്ഥത്തിലുള്ള നവോത്ഥാനം. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പറയുമ്പോൾ സ്ത്രീകൾക്ക് വിവേചനം സ്ത്രീകൾക്ക് നേരെ ഉണ്ട്, അത് നീക്കണം എന്ന് പറഞ്ഞ് പുഷ്പയെ പോലുള്ള സ്ത്രീകളായിട്ടുള്ള ചിന്തിക്കുന്ന ആളുകൾ മുന്നോട്ട് വരുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വിവേചനം ഞങ്ങൾ അനുഭവിക്കുന്നില്ല, ഞങ്ങൾക്ക് ഇതൊക്കെ തന്നെ സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളെ തന്നെ രംഗത്ത് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ സ്ത്രീകൾ തന്നെ രംഗത്ത് വരുന്നു എന്ന് മാത്രമല്ല അവര് തെരുവിലൊക്കെ വന്നിട്ട് ശബ്ദഘോഷം ഉണ്ടാക്കുന്നു. എന്തു പറയുന്നു? അയ്യോ കഷ്ടം തന്നെ. അത് എന്താണ് സ്വാതന്ത്ര്യം എന്നുള്ളത് അവർക്ക് അറിയില്ല. ഒരു കൂട്ടില് ഇപ്പോൾ ഓർമ്മ വയ്ക്കണ കാലത്ത് ഒരു കിളി കൂട്ടിലാണെങ്കിൽ അത് ബന്ധനമായിട്ട് അവർക്ക് തോന്നുമോ? ഇല്ല. പക്ഷേ പണ്ടൊരു കവി പാടിയിട്ടുണ്ട്, തങ്കത്തിലുണ്ടായിട്ടുള്ള കൂടാണെങ്കിലും അതിന്റെ ഉള്ളിലുള്ള ബന്ധനം ബന്ധനം തന്നെയാണ്. അത് തിരിച്ചറിയുന്നതാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ എന്ന്. അത് തിരിച്ചറിയുന്ന സ്ത്രീകളാണ് ചരിത്രം സൃഷ്ടിക്കുന്നത്. അവരാണ് ചരിത്രം സൃഷ്ടിക്കുന്നത്. എല്ലാ കാലത്തും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ഇപ്പോൾ എന്താ പറയുക, സതി നിരോധനം വന്നപ്പോഴും 10,000-20,000 സ്ത്രീകൾ സമൂഹത്തിൽ ഇറങ്ങി ഞങ്ങൾക്കിത് അനുഷ്ഠിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ, അതായത് സ്ത്രീകളുടെ ഭാഷ, സ്വന്തം ഭാഷ തിരിച്ചറിയേണ്ടതുണ്ട്. തൻ്റെ ഭാഷ താൻ തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു സ്ത്രീയാവണത് എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. തൻ്റെ ഭാഷ പുരുഷ നിർമ്മിതമായിട്ടുള്ള ഒരു സമൂഹത്തിൻ്റെ ഭാഷയാകുമ്പോൾ അവർ സ്ത്രീകളല്ല. സത്യത്തിൽ സ്ത്രീ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടുള്ള ഭാഷ എന്താണെന്ന് മനസ്സിലാവണം. തനിക്ക് നേരെ തൻ്റെ യഥാർത്ഥമായിട്ടുള്ള തൻ്റെ സാധാരണ ഒരു പക്ഷിയാണെങ്കിലും അത് ജനിക്കുമ്പോൾ അതിന് ജൈവികമായിട്ടുള്ള അതിൻ്റെ പ്രകൃതിപരമായിട്ടുള്ള അവരുടെ സ്വാതന്ത്ര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ മനുഷ്യനും ഉണ്ട് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങൾ. ഇവിടെ ഭരണഘടനയാണ് അടിസ്ഥാനപരമായിട്ടുള്ള നമ്മുടെ വേദപുസ്തകം. അല്ലാതെ മറ്റ് ഗ്രന്ഥങ്ങളിൽ കൈവച്ചിട്ടല്ല. ഇവിടെ സത്യം പറഞ്ഞാൽ ഇവിടുത്തെ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലിക്ക് പ്രവേശിക്കുന്നവരാണെങ്കിലും മന്ത്രിമാരായിട്ട് പ്രതിജ്ഞ ചെയ്യുന്നവരാണെങ്കിലും MLA-മാരായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നവരാണെങ്കിലും ഇവിടുത്തെ ഭരണഘടന തൊട്ട് സത്യം ചെയ്തിട്ട് വേണം. കാരണം ഭരണഘടന വെറുതെ എഴുതി ഉണ്ടാക്കിയിട്ടുള്ളതല്ല. ഒരുപാട് രാജ്യങ്ങളിലെ ഭരണഘടനയെ പഠിച്ചുകൊണ്ട് BR അംബേദ്കർ എഴുതിയിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ഭരണഘടനയാണത്. അതിൻ്റെ നിയമങ്ങൾക്ക് വിധേയമായിട്ട് തന്നെ പോകേണ്ടതുണ്ട്. വനിതാ മതിലിനെതിരെ ഉയരുന്നൊരു പ്രധാനപ്പെട്ട വാദം അത് ആളുകളെ ഒരുമിപ്പിക്കുന്നതല്ല, ആളുകളെ ഭിന്നിപ്പിക്കുന്നതാണ് മതിൽ എന്ന വാദം ഉയർന്നിട്ടുണ്ട്. ചില സാമൂഹ്യ സംഘടനകളാണ് അതിന് നേതൃത്വം കൊടുക്കുന്ന സമിതിയിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ളത്. അതൊക്കെ നമുക്കറിയാം. അതൊക്കെ സാമൂഹിക സംഘടന എന്ന് പറയുമ്പോൾ അതിൽ യോഗക്ഷേമ സഭയും പിന്നെ NSS ഒക്കെ അല്ലേ ഉള്ളത് ഭിന്നിപ്പിച്ച് നിർത്താൻ. അവര് രണ്ടായിട്ട് തിരികെയും അവര് തീർച്ചയായിട്ടും കാരണം അവർക്ക് എന്നിട്ട് ഇത് പിന്നാക്ക സമുദായങ്ങൾ നടത്തുന്ന ഒരു മതിലാണ്, അത് സമൂഹത്തെ ഭിന്നിപ്പിക്കും എന്ന് പറയുന്നു. ജാതിപരമായ വേർതിരിവ് സർക്കാർ തന്നെ ഉണ്ടാക്കുന്നു ഇതിന്റെ സംഘാടകർ എന്ന നിലയ്ക്ക് ആരോപണം ഉയരുന്നു. പുഷ്പ എങ്ങനെ പ്രതികരിക്കും? ഇതൊരു തരം അസഹിഷ്ണുതയാണ്. എന്താന്ന് വെച്ചാലേ ഒരു സർക്കാർ ഇതുവരെ എടുക്കാത്ത ഒരു നിലപാട്, അതായത് വർഗരാഷ്ട്രീയം, സ്വത്വ രാഷ്ട്രീയത്തെ അഭിസംബോധന ചെയ്യണം എന്ന ഒരു വാദക്കാരിയാണ് ഞാൻ. ഈ സ്വത്വ രാഷ്ട്രീയം ഉയർന്നു വന്നിട്ടുള്ള ദളിത് സ്വത്വ രാഷ്ട്രീയം അത് ഉയർന്നു വന്നിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പം നിലനിൽക്കുന്നതേ.
നമ്മൾ ഇതുവരെ ഈ ഭരണതലത്തിൽ മേൽക്കോയ്മ ഉണ്ടായിരുന്നത് ഇപ്പോഴും നിലനിൽക്കുന്നത് അതൊക്കെ തന്നെയാണ്. ഒരു സവർണ മേധാവിത്വം ഉണ്ട്. ആ പ്രശ്നത്തെ, ജാതി പ്രശ്നത്തെ അഭിസംബോധന ചെയ്തിട്ടേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അത് തന്നെ. അതായത് അവര് ഇതിന്റെ ഒരു കേന്ദ്ര ശക്തിയായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് അഭിസംബോധന ചെയ്ത് വരുമ്പോഴാണ് പറയുന്നത് ഇത് പിന്നോക്ക ജാതികളുടെ കൂട്ടായ്മയാണ്. പിന്നോക്കക്കാര് അവരുടെ ശക്തി തെളിയിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവർക്ക് അസഹിഷ്ണുതയും അസ്വസ്ഥതയും വരികയാണ്. തങ്ങളുടെ പിന്നെ സിംഹാസനങ്ങൾക്ക് ഇളക്കം തട്ടുമോ എന്നുള്ള ഒരു ഒരു ഭയമാണ് അവരുടെ ഉള്ളിൽ. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ഇവിടെ ദളിതന് പൂജാരിയാവാനുള്ള അവകാശം ഉണ്ടെന്ന് പറയും, അങ്ങനെയുള്ള തൊഴിലവസരം നൽകുകയും ചെയ്തപ്പോൾ ഇതുപോലെയൊക്കെ പലതരത്തിലുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഭയം ഉണ്ടാവുമല്ലോ. ഈ യോഗക്ഷേമ സഭയും അതുപോലെ NSS പോലെയുള്ള ആൾക്കാരാണല്ലോ അതിൻ്റെയൊക്കെ കൈകാര്യക്കാർ. പൊയ്കയിൽ അപ്പച്ചൻ ഏകദേശം നമ്മുടെ നാരായണഗുരുവിൻ്റെയും അയ്യങ്കാളിയുടെയൊക്കെ ഏകദേശം ഒരു സമകാലികനായിട്ടുള്ള ഒരാളായിരുന്നു. ജാതീയതയ്ക്കെതിരെ അദ്ദേഹം സ്വന്തം ജാതിയിൽ നിന്ന് മാറിയിട്ട് പള്ളിയിൽ ചേരണ്ടായി. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് പറയനൊരു പള്ളി, പുലയനൊരു പള്ളി, മുക്കുവന് വേറൊരു പള്ളി, അപ്പോഴും ജാതി മാറുന്നില്ല. അദ്ദേഹം എഴുതിയിട്ടുള്ള കുറച്ച് വരികൾ ഞാൻ പാടാം. കാണുന്നീലൊരക്ഷരവും എൻ്റെ വംശത്തെ പറ്റി, കാണുന്നുണ്ടനേക വംശത്തിൻ ചരിത്രങ്ങൾ. കാണുന്നീലൊരക്ഷരവും എൻ്റെ വംശത്തെ പറ്റി, കാണുന്നുണ്ടനേക വംശത്തിൻ ചരിത്രങ്ങൾ. പാരിലുള്ള ചരിത്രങ്ങൾ ഓരോന്നും പരിചിന്തനം ചെയ്തിടുക രണ്ടു വംശത്തെ. കാണുന്നില്ല കാണുന്നില്ല കാണുന്നീലൊരക്ഷരവും എൻ്റെ വംശത്തെ പറ്റി, കാണുന്നുണ്ടനേക വംശത്തിൻ ചരിത്രങ്ങൾ. മന്നവനേ നീ വലിയോൻ, ഈ ധരയിൽ ഞാൻ ചെറിയോൻ. മന്നവനേ നീ വലിയോൻ, ഈ ധരയിൽ ഞാൻ ചെറിയോൻ. നിന്നാൽ നിനക്കെന്തുമാകാം, എന്നാൽ എനിക്കൊന്നുമാകാം. നിന്നാൽ നിനക്കെന്തുമാകാം, എന്നാൽ എനിക്കൊന്നുമാകാം. വിണ്ണവനേ നീയോ ശക്തൻ, ഈ മണ്ണുപൊടി ഞാനശക്തൻ. വിണ്ണവനേ നീയോ ശക്തൻ, ഈ മണ്ണുപൊടി ഞാനശക്തൻ. കാണുന്നില്ല കാണുന്നില്ല കാണുന്നീലൊരക്ഷരവും എൻ്റെ വംശത്തെ പറ്റി, കാണുന്നുണ്ടനേക വംശത്തിൻ ചരിത്രങ്ങൾ. കാണുന്നീലൊരക്ഷരവും എൻ്റെ വംശത്തെ പറ്റി, കാണുന്നുണ്ടനേക വംശത്തിൻ ചരിത്രങ്ങൾ. പാരിലുള്ള ചരിത്രങ്ങൾ ഓരോന്നും പരിചിന്തനം ചെയ്തിടുക രണ്ടു വംശത്തെ. കാണുന്നില്ല കാണുന്നില്ല കാണുന്നീലൊരക്ഷരവും എൻ്റെ വംശത്തെ പറ്റി, കാണുന്നുണ്ടനേക വംശത്തിൻ ചരിത്രങ്ങൾ. സർക്കാർ തന്നെ ഔദ്യോഗികമായിട്ട് തന്നെ അംഗീകാരം കൊടുത്ത ഒരു പ്രതിഷേധ പരിപാടി നടക്കുന്നു. അതിൻ്റെ നടത്തിപ്പ് ഏറ്റെടുത്തുകൊണ്ട് പിന്നോക്ക ജാതികളുടേത് എന്ന് പറയുന്ന സാമൂഹ്യ സംഘടനകൾ മുന്നോട്ട് വരുന്നു. അവരുടെ നേതൃത്വത്തിൽ ലക്ഷക്കണക്കിന് വനിതകൾ അണിനിരന്നുകൊണ്ട് കേരളത്തിൻ്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ ഒരു
വനിതാ മതിൽ എന്നത് വനിതാ ദുർഗമായി മാറും എന്ന തരത്തിൽ പ്രവർത്തനം നടക്കുന്നു. ഇത് എത്രമാത്രം ചരിത്രപരമായി ഇത് എത്രമാത്രം പ്രാധാന്യമുണ്ട്? ഔദ്യോഗിക അംഗീകാരത്തോടെ കീഴ്ജാതികൾ എന്ന് അവഹേളിക്കപ്പെട്ടിരുന്ന ആളുകളുടെ കൂടി മുൻകൈയിൽ നടക്കുന്ന ഈ മതിൽ എത്രമാത്രം പ്രധാനപ്പെട്ടതാണ്? അതൊരു ചരിത്രപരമായിട്ടുള്ള ഒരു നീക്കമാണ് സർക്കാർ ചെയ്യുന്നതെന്നാണ് എൻ്റെ ഒരു വാദം. പിന്നെ ഈ വനിതാ മതിൽ എന്തുകൊണ്ടുണ്ടായി എന്നുള്ളത് ഇവിടുത്തെ ശബരിമല ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് സത്യത്തിൽ. ഞാനടക്കമുള്ള ഇതിൻ്റെ ഒപ്പം നിൽക്കുന്ന ആൾക്കാരുടെ ഒരു പ്രതീക്ഷ എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ആചാരങ്ങളിൽ നിന്നും എന്താ പറയുക, അതൊരു തരത്തിലുള്ള അനാചാരങ്ങളാണ്. സ്ത്രീകൾക്ക് മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു അനാചാരമാണ്. പണ്ട് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണല്ലോ നമ്മൾ പൊതുവെ എൻ്റെ ഒരു സംഭാഷണങ്ങൾ പൊതുവെ എൻ്റെ ആത്മനിഷ്ഠപരമായിട്ടുള്ള അനുഭവത്തിൽ നിന്നാണ്. ഞാൻ എൻ്റെ ഓർമ്മയ്ക്കണ കാലം മുതലേ എൻ്റെ വീട്ടിൽ അച്ഛൻ നൊയമ്പതൊക്കെ എടുത്ത് വ്രതം എടുത്ത് 41 ദിവസം വ്രതം എടുത്ത് ശബരിമലയിൽ പോവും. ഇതിൻ്റെ അച്ഛൻ എടുക്കണതിനേക്കാൾ കഠിനമാണ് ഞങ്ങൾ കൊച്ചുകുട്ടികൾ ഇതെടുക്കുന്നത്. ഞങ്ങൾ വളരെ ഒബീഡിയൻ്റ് ആയിട്ട് തന്നെയാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇതിൽ ഈ ആർത്തവ സമയത്ത് എൻ്റെ അമ്മ സഹോദരിമാർ എല്ലാം വീട് വിട്ട് നിൽക്കേണ്ട സന്ദർഭങ്ങൾ വരെയും ഇതൊക്കെ എൻ്റെ ഉള്ളിൽ വളരെയധികം പ്രതിഷേധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവസാനം ഞാനും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ നോ പറഞ്ഞു. എനിക്ക് പറ്റില്ല, എനിക്ക് കഴിയില്ല, ഞാൻ വീട്ടിൽ നിന്ന് പോവില്ല. എനിക്ക് അടുത്ത വീട്ടിലോ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ കുടുംബ വീട്ടിലോ നിൽക്കാൻ താല്പര്യമില്ല. എനിക്ക് എൻ്റെ വീട്ടിൽ നിന്നാൽ മതി. അവസാനം ഞങ്ങൾ 5 മക്കൾക്ക് 5 മുറികളുള്ള ഒരു കൊച്ചു വീടാണ്. അതിലൊരു മുറി എനിക്ക് വേണ്ടി തുറന്ന് എന്നെ ആ റൂമിലാക്കി. എന്നാലും അവിടെയുണ്ട്, തൊട്ട് കഴിഞ്ഞാൽ അവിടെ എന്തോ ഒരു വൈദ്യുത പ്രവാഹം ഉണ്ടാവുന്ന പോലത്തെ ഒരു ഇതാണേ. അപ്പോൾ അത് ഈ ഒരു കാലത്തിലെങ്കിലും അന്ന് മാറ്റി ചിന്തിച്ചുകൂടെ ആൾക്കാർ. ആർത്തവം അശുദ്ധിയല്ല, സ്ത്രീയൗവനം അശുദ്ധമല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സമരത്തിൽ വളരെ ആത്മാർത്ഥതയോടുകൂടിയാണ് അപ്പോ സ്വന്തം അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് പുഷ്പ വരുന്നത്. നാരായണഗുരുവിന്റെ സദാചാരം എന്ന് പറഞ്ഞ കൃതിയാണ്. നല്ലതല്ലൊരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്, നല്ലതല്ലാത്തതുടനെ മറന്നീടുക അതുത്തമം. നല്ലതല്ലൊരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്, നല്ലതല്ലാത്തതുടനെ മറന്നീടുക അതുത്തമം. ധർമ്മം ജയിക്കുന്നു, സത്യം ജയിക്കുന്നിങ്ങു സർവദാ. ധർമ്മം ജയിക്കുന്നു, സത്യം ജയിക്കുന്നിങ്ങു സർവദാ. അധർമ്മവും ജയിക്കുന്നില്ല സത്യവും ഒരിക്കലും. അധർമ്മവും ജയിക്കുന്നില്ല സത്യവും ഒരിക്കലും നല്ലതല്ല. നല്ലതല്ലൊരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്, നല്ലതല്ലാത്തതുടനെ മറന്നീടുക അതുത്തമം. നെല്ലിനു നീരുവിട്ടിടിൽ പുല്ലിനും പോയിടുന്നത്, കല്ലിലത്രേ ജലം നെല്ലിൽ ചെല്ലും വഴി ചെറുക്കുകിൽ. നെല്ലിനു നീരുവിട്ടിടിൽ പുല്ലിനും പോയിടുന്നത്,
നല്ലതല്ല, നല്ലതല്ലൊരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്. പേരും പ്രതിഭയും നല്ലോരാരുമേ കൈവിടില്ലത്. നേരറ്റ കൃപണർ കൊട്ടും ചേരാ നേരെ വിപര്യം നല്ലതല്ല, നല്ലതല്ലൊരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്. നല്ലതല്ലാത്തതുടനെ മറന്നിടുക അതുത്തമം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് അന്യോന്യം. പ്രൈം ടൈം brought to you by Seat Tire. Seat Mileage X3, the 1 lakh kilometer tire. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് അന്യോന്യം brought to you by മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ മൈൻ ഡയമണ്ട് ഫെസ്റ്റിവൽ. നേടൂ ഡയമണ്ട് വിലയിൽ 20% വരെ കിഴിവ്. In association with Baba Easy English. Baba Easy English. Walkaru for all walks of life from the house of VKC. ഇപ്പോൾ ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന് NABH അംഗീകാരം. കബീറിൻ്റെയൊക്കെ ഈശ്വരവിശ്വാസത്തെ വേറെ തരത്തിൽ കാണുന്ന, ജനകീയമായിട്ട് കാണുന്ന, ആരോഗ്യകരമായിട്ട് കാണുന്ന ചില ഗീതങ്ങളൊക്കെ സ്വന്തമായിട്ട് സംഗീതം ചെയ്ത് പുഷ്പ അവതരിപ്പിച്ചു. എനിക്ക് തോന്നുന്നു അതിലൊരെണ്ണം ഇപ്പോ ഒന്ന് പാടാവുന്നതാണ്. ഇതൊക്കെ ഒരു സാംസ്കാരിക പൊതുബോധം കൂടെ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗം കൂടിയാണ് അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ അതിന് കൂടുതൽ പ്രസക്തി വന്നു. അതെ, തീർച്ചയായിട്ടും. നിങ്ങൾക്ക് പരിചിതൻ അപരിചിതനല്ലോ ജഗദീശ്വരൻ, അലറി വിളിക്കുവതെന്തിന് നിങ്ങൾ, അലറി വിളിക്കുവതെന്തിന്, ബധിരനോ പ്രഭു പ്രപഞ്ചനാഥൻ, അപരിചിതനല്ലോ ജഗദീശ്വരൻ. കാതോർക്കുമെൻ പ്രഭു വെറുമൊരു പുഴുവിൻ്റെ ചെറിയൊരു പദചലനത്തിനു പോലും, കാതോർക്കുമെൻ പ്രഭു വെറുമൊരു പുഴുവിൻ്റെ ചെറിയൊരു പദചലനത്തിനു പോലും, അപരിചിതനല്ലോ ജഗദീശ്വരൻ, ഈ ജഗത്തിൻ ഈശ്വരൻ, നിങ്ങൾക്ക് പരിചിതൻ അപരിചിതനല്ലോ ജഗദീശ്വരൻ. ജഡ വളർത്തിയിടുന്നു സന്യാസികൾ, താടി നീട്ടുന്നു മൗലവിമാർ, പരിണമിച്ചിടുന്നു മുഖഛായകൾ ആടുകളെ പോൽ, കേവലം ആടുകളെ